ഹായ്, ഇന്നത്തെ ക്ലാസ് വരുന്നത് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ തന്നെ പാർട്ട് 4 കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ഫ്ലവർ നോക്കണത് എന്തെങ്കിലും എനിക്ക് ഓർമ്മയില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ചെറുതായിട്ടൊരു ചുമ വന്നു, പനി. അപ്പം നോക്കണതൊരു താമര അരച്ചില്ലേ, അതുപോലെ തന്നെ ഇത് താമരയുടെ പോലെയല്ല, വേറൊരു സൈസ് ഒരു ഇതൾ ഇങ്ങനെ വരച്ച് വെക്കാം. എന്തൊക്കെയിപ്പോൾ വരക്കണ ഞാൻ ഓർമ്മയില്ല. ഞാൻ വരക്കണ പോലെ നിങ്ങൾ വരക്കാം. അപ്സ് വരക്കുന്നുണ്ട്, അങ്ങനെ ഇതൾ വരച്ചതിന് ശേഷം അതിൻ്റെ മേലയിൽ അപ്സ് വരക്കുന്നുണ്ട്. അപ്സ് വരച്ചിട്ട് കുറേ അപ്സൊക്കെ വരച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നോക്കി വെക്കുന്നു എന്താ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എങ്ങനെയെന്ന് അറിയാം വരച്ചത്, നിങ്ങൾക്ക് പറഞ്ഞാണ്. ആദ്യം വരക്കേണ്ടത് എന്തിട്ടിടുന്ന് വരച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കറു വരക്കാം, എന്നിട്ട് അതിൽ ഇതള കൊടുക്കാം. അതിനെ ഇപ്പോൾ ഫസ്റ്റ് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ആക്കി വരക്കണം. ഇത് ഇപ്പുറത്ത് കാണിക്കും. അപ്പോൾ അതിൻ്റെ റൗണ്ട് തന്നെ ആയിട്ട് അപ്സ് കൊടുത്ത് ഇങ്ങനെ നമ്മൾ പൂപ്പൊടി ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഈ അപ്സ് കൊടുക്കണത്. ആ പൂപ്പൊടിക്ക് പകരം ഇങ്ങനെ അപ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊന്ന് ഷോയിന് പെട്ടെന്ന് വരക്കണ ഇതിലിപ്പോൾ കാണിച്ചു തന്നത്. ഇപ്പം മൂന്നാമത് വരച്ചില്ലേ, അതുപോലെ നിങ്ങൾ വരക്കരുതിട്ട് രണ്ടാമത് വരച്ച പോലെ വരക്കാം. മൂന്നാമത് വരച്ച് കഴിഞ്ഞാൽ വരച്ചത് റോങ് ആണ്. ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ കൊളായുള്ളൂ, അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല അതിരിക്കുന്നത്. പക്ഷെ ആദ്യം വരച്ചത് നോക്കിയാൽ ആദ്യത്തില്ല, രണ്ടാമത്തെ വരച്ചത് അതുപോലെ വരച്ചിട്ട് ഇങ്ങനെ ഇതള കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൊടുക്കണ പോലെ തന്നെ ഇതള കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്നും കൂടി ആ ഇതളിന് ഒന്നും കൂടി ഒന്ന് വരച്ചെടുക്കാം, ഒന്ന് കനപ്പിച്ചെടുക്കാം ഇതളിന്. അപ്പോൾ കാണാൻ നല്ല വൃത്തിൻ്റെ ആവും. നമ്മൾ ഫ്ലവറായാലും ഒരു ഡിസൈനായാലും വരച്ചതിന് ശേഷം ഒന്ന് അത് കനപ്പിച്ച് കൊടുക്കുമ്പോഴേ ആ ഡിസൈൻ ഒന്ന് മുന്തി നിൽക്കുള്ളൂ. അല്ല, ഡിസൈനല്ല, നമ്മളെ ഡിസൈനിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് മുന്തി കാണണം, എന്താ പറയുക, നല്ല കാണണം തോന്നിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗം ഒന്നൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ കനപ്പിച്ച് കൊടുക്കണം. അപ്പോഴത് കാണാനൊരു വൃത്തിൻ്റെ ആവുള്ളൂ. ഇപ്പം അതൊരു പൂ പോലെ തോന്നുന്നുണ്ട്. നേരത്തെ എന്താ പറയുക, വെറുതെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരച്ച പോലെ ഇരുന്ന്. അപ്പം ഇങ്ങനെ ഉണ്ടാ വരക്കേണ്ടത്. നമുക്ക് അടുത്ത ഫ്ലവർ നോക്കാം. അടുത്ത നമുക്ക് ഫ്രിൽസ് വരച്ച് ആദ്യം നമുക്ക് ഫ്രിൽസ് വരക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് ഫ്രിൽസ് വരച്ച് ഇങ്ങനെ നമ്മൾ അപ്സ് വരച്ചിട്ട് അതുമ്പോൾ ഒരു ഡിസൈൻ കൊടുക്കാറില്ലേ, അതുപോലത്തെ ഒരു ഡിസൈൻ കൊടുക്കാം. ഫ്രിൽസുമ്മലിട്ട ഫ്രിൽസ് അല്ല, ഫ്രിൽസ് എസ് എന്നിട്ട് വരുന്നത്. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ പറയണത് ഫ്രിൽസ് എന്ന്. അതുകൊണ്ട് പറഞ്ഞത് ഫ്രിൽസ് എന്ന്. മൂന്നാമത് എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഇതള കൊടുക്കാം. അതിന് ഫ്രിൽസ് വരച്ച് ആ ഒരു ഇതള് കൊടുത്ത് ഇങ്ങനൊരു ഇതള് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ആദ്യം നമുക്ക് ചെറുതായിട്ടൊരു ഇതള് കൊടുത്താൽ മതി. പിന്നെ അതിനെന്താ പറയുക, ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്ന് കനപ്പിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ല മഴയാണ്, അപ്പം അതിൻ്റെ കുഴപ്പമുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. കനപ്പിച്ചെടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ട് വരുന്നത്. ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയില്ല കാണാൻ. അപ്പം ഇങ്ങനെ വേണം ചെയ്യാം. ആദ്യം നിന്ന് ബാക്ക്ഗ്രൗണ്ട് പോലെ ഒന്ന് നൈസായിട്ട് വരച്ചു കൊടുക്കുക, എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അത് കനപ്പിച്ച് കൊടുക്കുക ലാസ്റ്റ്. അപ്പോൾ അത് കാണാൻ നല്ല ലുക്ക് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ മൂന്നാമത്തെ ഇങ്ങനെ പിന്നെ ആ വരക്കട പോലെ തന്നെ വരക്കാം കേട്ടോ. ഒരു ചെറിയ കുഞ്ഞി കറവ് ഇങ്ങനെ എത്രണ്ണം കൊടുത്തിട്ടുണ്ട്, 6 കൊടുത്തിട്ടുണ്ട്. രണ്ടാമതും കാണിക്കുന്നുണ്ട്.
എന്നിട്ട് അത് കറ് കൊടുത്തിട്ടില്ലേ, ഒരു ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് ഒരു ഇതളാക്കി എടുക്കുക. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു പൂവ് കേട്ടാ. ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് രണ്ടാമത്തത് വരുന്നത്. ആദ്യം തന്നെ കുഞ്ഞി കറുവ് പോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഇതൾ കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തന്നെ വരക്കണം, റിപ്പീറ്റ്. എന്താ നന്നായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ കാണണമെങ്കിൽ ഇത് വരക്കാൻ പഠിക്കും. നമുക്കിത് മേലെ ഇതള കൊടുക്കാം കേട്ടോ. ഇതള ആദ്യം തന്നെ കൊടുക്കണത് ലീഫ് പോലത്തെ ഇതളല്ല കേട്ടോ, അത് ലീഫാണ് കേട്ടോ. ആദ്യം തന്നെ കൊടുക്കണത് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇത് ലീഫ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ലീഫ് പഠിപ്പിക്കുകയാണെങ്കിൽ നേരെ ഫ്ലവേഴ്സിലേക്ക് പോയത്. അപ്പോൾ അടുത്ത് നമുക്ക് ക്ലാസ് വരുന്നത് ലീഫിൻ്റെ ആണ്. ലീഫല്ല, ഗ്രിഡ്സ്. അത് കഴിഞ്ഞിട്ടാണ് ലീഫ് വരുന്നത്. ഇങ്ങനെ വരക്കണം കേട്ടോ. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യും. ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അനെ റെക്കോർഡ് ചെയ്തണം. അതെന്താ പറയുക, ഇതായിപ്പോയി, കട്ടായിപ്പോയി, ലാസ്റ്റ് ഭാഗം കട്ടായി. ഇത് ഷെയ്ഡ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാട്ടോ. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, പിന്നെ തന്നെ അറിയാം. അപ്പം എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സിൽ ഫ്ലവേഴ്സോടുകൂടി കഴിയും. അടുത്ത് വരുന്ന ഗ്രിഡ്സാണ് അടുത്ത ക്ലാസ്. സുഖമാണ്. പിന്നെയാണ് ലീഫിൻ്റെ ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശരി, താങ്ക് യു.